എല്ലാവർക്കും നമസ്കാരം. ഗായിക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഏറെ പരിചിതമായിട്ടുള്ള ഒരു അയ്യപ്പ സ്തോത്രത്തിന്റെ കർണാട്ടിക് നൊട്ടേഷൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഇത് മധ്യമാവധി എന്ന രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. താരാട്ടുപാട്ടുകൾക്കൊക്കെ ഏറെ അനുയോജ്യമായിട്ടുള്ള രാഗങ്ങളിൽ ഒന്നാണ് മധ്യമാവധി. മധ്യമാവധിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഇതിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കർണാടക സംഗീതത്തിലെ കൃതികളും ചലച്ചിത്ര ഗാനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രാഗപരിചയത്തിൻ്റെ വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബി സ്കെയിൽ അഥവാ 7 ഘട്ട ശ്രുതിയാണ്. ഈ ഒരു പിച്ച് ഫീമെയിൽ സിംഗേഴ്സിനും മെയിൽ സിംഗേഴ്സിനും അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ പാടാൻ പറ്റുന്ന ഒരു ശ്രുതിയാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. നൊട്ടേഷൻസ് ഷഡ്ജത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാ ഹരിവരാസനം സസസസാസരി ഹരിവരാസ. അത്രയും അക്ഷരങ്ങൾ ഒരേ നോട്ടിലാണ് അല്ലെങ്കിൽ ഒരേ സ്ഥലത്താണ്. ഓക്കെ, സാ എന്ന് പറയുന്ന അതേ നോട്ടിലാണ് വരുന്നത്. ഹരിവരാസ സസസസാസ രീ നം. അവിടെ സത്യത്തിൽ സാരി സരി എന്ന് തട്ടിപ്പാടുന്നുണ്ട്. അങ്ങനെ പാടുമ്പോൾ അതിന് ഗമകം എന്നാണ് പറയുക. ഇനി അങ്ങനെ ഇല്ലാതെ നമുക്ക് പ്ലെയിൻ ആയിട്ടും പാടാം. ഹരിവരാസനം എന്നും പാടാം. പക്ഷെ ഈ ഗമകങ്ങളൊക്കെ നമ്മുടെ സംഗീതത്തിലുള്ള ഭംഗി കൂട്ടുന്ന അലങ്കാരപ്പണികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ കേൾക്കാൻ ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പാടാൻ കിട്ടുന്നില്ല വെച്ചാൽ പ്ലെയിൻ ആയിട്ടും പാടാം. ഹരിവരാസനം സസസസാസ സരി സരി വിശ്വമോഹനം രീപമ വിശ്വ രീപമ രീ സസാ വിശ്വമോഹനം. വിശ്വമോഹനം എന്നും പാടാം, വിശ്വമോഹനം എന്നും പാടാം. എങ്ങനെയാണോ പാടാൻ കിട്ടുന്നത്, ഏത് പാടുമ്പോഴാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനമായിട്ട് പാടാൻ പറ്റുന്നത് അങ്ങനെ പാടാട്ടോ. ഇങ്ങനെ സംഗതികൾ ഇട്ട് തന്നെ പാടണം എന്നില്ല. വിശ്വമോഹനം ഹരിതധീശ്വരം ഹരിതധീശ്വരം നിസരി മരിസ ഹരിതധീശ്വരം സമരിസനി പ. ഒരുമിച്ച് വരുമ്പോൾ നിസരി മരിസ സമരിസനി പ ഹരിതധീശ്വരം ആരാധ്യപാദുകം. ആരം അവസാനിപ്പിച്ച അതേ സ്വരത്തിൽ നിന്ന് ആരാധ്യ തുടങ്ങുക. ആരാധ്യപാദുകം പരിരീ സസാ സസാ ഹരിതധീശ്വരം ആരാധ്യപാദുകം. അടുത്ത വരി ഹരിവിമർദ്ദനം രിമമ മാമ മാരിസ ഹരിവിമർദ്ദനം നിത്യനർത്തനം രീമ മാമ മാ. സിമ്പിൾ അല്ലേ? ഹരിവിമർദ്ദനം നിത്യനർത്തനം രിമമ മാമ മാരിസ രിമമ മാമ മാ. ഹരിഹരാത്മജം മപ മപ നി പമരി ഹരിഹ മപ മ രാത്മജം പാനി പമരി ഹരിഹരാത്മജം ദേവമാശ്രയേ. ജൻ എന്നൊന്ന് ലിങ്ക് ചെയ്യുക അടുത്ത വാക്കിലേക്ക്. ഹരിഹരാത്മജം ദേവമാശ്രയേ മപ മപാനി പമരി രേപമ സരി സസാ സസാ ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ എന്ന് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടും പാടാം. ഈ 4 വരി ഒന്ന് എൻ്റെ ഒപ്പം പാടാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം
ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദൈവമാശ്രയേ. ഇനി അടുത്ത സ്റ്റാൻസിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് ഈ രണ്ട് സ്റ്റാൻസുകളെ ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പാടാം. അതിങ്ങനെ വരും: മ പ പ പ പ പ മാരി മ പ പ പ പ പ പനി നി 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 സാ നി പ മരി സാ സ സാ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അടുത്ത സ്റ്റാൻസ് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ഹരിവരാസനം പാടിയതുപോലെ തന്നെ ആ 4 വരിയും റിപ്പീറ്റ് ചെയ്യാം. ഇല്ലാച്ച മറ്റൊരു രീതിയിൽ പാടി നോക്കാം. രണ്ടും ഞാനിവിടെ പാടി കേൾപ്പിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ ട്യൂൺ എടുത്ത് ഉപയോഗിക്കാം. ശരണ കീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ബോധനായകം ഹരിഹരാത്മജം ദൈവമാശ്രയേ. സാപാമ മധ്യമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരണ മാപമ ശരണ കീർത്തനം മപമ പാസനി ഭക്തമാനസം നീ പപാനി നിപമാ ഭക്തമാനസം സം. അതാണ് നിപമാ എന്ന് പാടുന്നത്. ശരണ കീർത്തനം ഭക്തമാനസം ഭരണലോലുപം. ഭരണ മൂന്നും ഒരേ നോട്ടാണ്. പ പ പ ഭരണ ലോലുപം പ പ പ രീ സ സാ രി നീ ഭരണലോലുപം എന്ന് പാടി അതേ നോട്ടില് നർത്തനാലസം എന്ന് പാടുക. അപ്പോൾ ഈ വാക്കുകൾ തമ്മിൽ നമുക്കൊരു ലിങ്ക് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പാടാൻ പറ്റും. ഭരണലോലുപം നർത്തനാലസം പ പ പ രീ സ സാ രി നീ സ സാ സ സാ. അടുത്ത വരി അരുണഭാസുരം പനി നി 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 രി സ രി സ രം രി സ രി സ അരുണഭാസുരം ബോധനായകം നീ പപാനി നിപമാ. നമ്മൾ ആദ്യത്തെ വരിയില് ശരണകീർത്തനം ഭക്തമാനസം എന്ന് പാടിയില്ലേ? ഭക്തമാനസം അത് തന്നെയാണ് ഇവിടെ ഭൂതനായകം എന്ന് വരുന്നത്. ഹരിഹരാത്മജം ദൈവമാശ്രയേ. റിമപ സാനി പമരീ പമ ഹരിഹരാത്മജം ഹരിഹരാത്മജം റിപമ ദൈവമാശ്രയേ സരി സസാ സസാ. ഇതാണ് ഒന്നാമത്തെ ഒരു ഈണം. ഇനി ഹരിവരാസനം പോലെ തന്നെയാണ് നിങ്ങൾ പാടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും: ശരണ കീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദൈവമാശ്രയേ എന്നും പാടാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. അടുത്ത സ്റ്റാൻസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ പാടിയതുപോലെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് ചേർക്കാം. ഇനി തുടർന്ന് വരുന്ന സ്റ്റാൻസുകളിൽ ഈ 2 ഈണങ്ങൾ മാറി മാറി ഇടകലർത്തി നമുക്ക് ഉപയോഗിക്കാം. ഇത് മുഴുവനായിട്ട് പാടുമ്പോൾ ഈ വീഡിയോയുടെ ദൈർഘ്യം വല്ലാതെ കൂടിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇനി ഇത് പാടി അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ശരണമയ്യപ്പ സ്വാമി എന്നുള്ളത് നമ്മൾ ആ 2 സ്റ്റാൻസുകൾക്കിടയിൽ പാടിയില്ലേ, അതേ ട്യൂണ് റിപ്പീറ്റ് ചെയ്ത് അവസാനിപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇങ്ങനെ കുറച്ചുകൂടെ താരസ്ഥായിയിൽ നോട്ട് കൊണ്ടുപോയിട്ടും അവസാനിപ്പിക്കാം. അപ്പം അതിൻ്റെ നൊട്ടേഷൻസ് ഇങ്ങനെ വരും: മ പ പ പ പ പ മാരി മ പ പ പ പ പ പനി നി 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 പ മ പനി നി 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 സ സ സ സ സ നി പ നി സ സ സ സ സ നി സ സ സ സ സ നി പ നി സ സ സ സ സ. ഇങ്ങനെയും ഏതാണോ നിങ്ങൾക്ക് എളുപ്പം പാടാൻ കഴിയുന്നത് ഇതിലേതെങ്കിലും ഒരു ട്യൂണ് ഉപയോഗിച്ച് നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് മുൻപുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ചില ഗാനങ്ങളുടെ കർണാട്ടിക് നൊട്ടേഷൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉദിച്ചുയർന്നു മാമലമേലെ, കൂടാതെ കണ്ണോളം കണ്ടതുപോരാ, ഈ ഭക്തിഗാനങ്ങളെല്ലാം നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.